ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. സർക്കാരും ദേവസ്വം ബോർഡും സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമ ദിവസം ശബരിമലയിലെ വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ കുത്തനെ വെട്ടിക്കുറച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. അയ്യപ്പ ഭക്ത സംഗമ ദിവസങ്ങളിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. ഇത് ലംഘിച്ചാണ് ദേവസ്വം ബോർഡിന്റെ ഈ നീക്കം. 19, 20 തീയതികളിൽ ദർശനം 10,000 പേർക്ക് മാത്രമായി ചുരുക്കി. PR ഗോകുൽ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകാനായി. ഗോകുൽ, ഈ ദർശനം വെർച്വൽ ക്യൂ ബുക്കിംഗ് പോലും നടത്താനാകാത്ത അവസ്ഥ ആദ്യമുണ്ടായിരുന്നു. അതിനുശേഷം ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് എതിരായുള്ള ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കർശന നിർദ്ദേശം ഉണ്ടായിരുന്നതാണ്. സാധാരണ ഭക്തർക്ക്, യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഈ സംഗമവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകരുതെന്ന്. തീർച്ചയായിട്ടും നിലവിൽ എന്തായാലും വീണ്ടും ഈ ഭക്തരെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ദർശനത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള നടപടിയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന 2 ദിവസങ്ങളിൽ 20-ാം തീയതിയാണ് അയ്യപ്പ സംഗമെങ്കിൽ 19, 20 ദിവസങ്ങളിലുള്ള ദർശനത്തിന് അനുവാദം നൽകുന്ന ഭക്തരുടെ എണ്ണമാണ് ദേവസ്വം ബോർഡ് ക്രമാതീതമായിട്ട് അനുമതിരഹിതമായിട്ട് വെട്ടിക്കുറച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ 50,000 ആളുകൾക്ക് പ്രവേശനത്തിന് അനുമതിയുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ 10,000 പേർക്ക് മാത്രമേ ഇക്കുറി എന്തായാലും ഈ 2 ദിവസങ്ങളിൽ 19, 20 ദിവസങ്ങളിൽ ദർശനത്തിന് അനുമതി നൽകിയിട്ടുള്ളൂ. ഓൺലൈനായിട്ട് ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് പാസ് അല്ലെങ്കിൽ ആ ബുക്ക് ചെയ്ത് വേണം ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ആ ബുക്കിംഗ് ചെയ്യാൻ ക്രമീകരിച്ചിരിക്കുന്ന ആ ഒരു സംവിധാനത്തിൽ ശബരിമല online.org എന്ന വെബ്സൈറ്റിൽ കയറി. പക്ഷേ ഇക്കുറി അത്തരത്തിൽ 10,000 ആൾക്കാർക്ക് മാത്രമേ ദർശനത്തിന് അനുമതി ലഭിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ ഭക്തർ എന്നതൊക്കെ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കാർക്കും ദർശനത്തിന് അനുമതി ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടിയിട്ടാണ് സംജാതമായിരിക്കുന്നത്. എന്തായാലും ഇത് ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ ഒരു നഗ്നമായിട്ടൊരു ലംഘനം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവേ കൃത്യമായിട്ട് ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഈ 2 ദിവസങ്ങളിൽ സംഗമം നടത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ എത്തുന്ന ശബരിമലയിലേക്ക് എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ഭക്തർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അത് ഉണ്ടാക്കരുത്. അവരുടെ ദർശനത്തിനടക്കം കൃത്യമായിട്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അവരെ ഒരു തരത്തിലും നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളോ നടപടികളോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു കർശന നിർദ്ദേശം ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ ഒരു കോടതിയുടെ നിർദ്ദേശത്തെ ലംഘിച്ചുകൊണ്ട് അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള നടപടിയിലേക്കാണ് ദേവസ്വം ബോർഡ് ആ ഉത്തരവുണ്ടായതിനു ശേഷം ഒരു 1-2 ദിവസങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയേണ്ടത്. കാരണം ആ ദർശനത്തിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയിട്ടാണ് ഇത്തരത്തിൽ 5-1 ആയിട്ട് ദർശനം നടത്താൻ സാധിക്കുന്ന ഭക്തരുടെ എണ്ണം വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. 40,000-ഓളം ഭക്തർക്ക് ദർശനത്തിന് അനുമതി നിഷേധിക്കുന്ന ഒരു നടപടിയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും എന്തായാലും ഉണ്ടായിരിക്കുന്നത്. നഗ്നമായിട്ടുള്ള കോടതി വിധി ലംഘനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ 2 ദിവസങ്ങളിൽ ബുക്കിംഗ് തന്നെ ഉണ്ടായിരുന്നില്ല. 2 ദിവസങ്ങളിൽ ഒഴിച്ചിട്ടുകൊണ്ടുള്ള ബാക്കി ദിവസങ്ങളായിരുന്നു ഈ മാസപൂജയ്ക്കായിട്ട് ദർശനത്തിന് ഭക്തർക്ക് അനുമതി നൽകിയിരുന്നത്. പക്ഷേ അത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ ആഗോള അയ്യപ്പ സംഗമം പ്രമാണിച്ചുകൊണ്ട് 2 ദിവസം സർക്കാർ ആ 2 ദിവസത്തെ സ്ലോട്ടുകൾ പൂർണ്ണമായിട്ടും റദ്ദാക്കിയത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിനെ തുടർന്ന് വലിയ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ആ 2 ദിവസങ്ങളും സ്ലോട്ടിംഗ് അല്ലെങ്കിൽ ബുക്കിങ്ങിനായിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിനുശേഷവും ആ ഒരു സമാന നടപടി ദേവസ്വം ബോർഡ് തുടരുകയാണ്. അത്തരത്തിൽ 2 ദിവസങ്ങളിൽ സ്ലോട്ട് തുറന്നു കൊടുത്തെങ്കിൽ പോലും അവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഭക്തരുടെ എണ്ണത്തിൽ കർശനമായിട്ട് വെട്ടിച്ചുരുക്കൽ കൊണ്ടുവന്നിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ വിമർശനങ്ങൾക്ക് ഈ നടപടിയും കാരണമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം ഈ കോടതി വിധി അല്ലെങ്കിൽ കോടതി നിർദ്ദേശത്തിന്റെ ലംഘനമായതുകൊണ്ട് തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും വിമർശനങ്ങളും ദേവസ്വം ബോർഡിനെതിരായിട്ട് ഉണ്ടായേക്കാനും സാധ്യതയുണ്ട്. നിലവിൽ ഈ 2 ദിവസങ്ങളിൽ അങ്ങോട്ടേക്ക് പമ്പയിലേക്ക് VIP-കളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് വിദേശത്ത് നിന്നുള്ള അടക്കം ആളുകൾ, സർക്കാരിൻ്റെ അതിഥികളായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ആ യാത്രയും അതോടൊപ്പം തന്നെ അവരുടെ അവിടെയുള്ള പരിപാടികളും ഒക്കെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശബരിമലയിലേക്ക് തൊഴാനായിട്ട് എത്തുന്ന ഭക്തരെ നിയന്ത്രിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് എന്തായാലും കടന്നിരിക്കുന്നത്. എന്തായാലും ഇത് സാധാരണക്കാരായിട്ടുള്ള ഭക്തരുടെ ദർശന അനുമതിയെ നിഷേധിക്കുന്നതാണ്. അവരുടെ അവകാശത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു ഗോകുൽ. അത് വലിയ വാർത്തയാകുമെന്ന് ഒരുപക്ഷെ ബോർഡും സർക്കാരോ വിചാരിച്ചിട്ടുണ്ടാകില്ല. അത് വാർത്തയായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിനുശേഷം ഇത് തുറക്കുന്നു എന്ന് കാണിച്ച് 2 ദിവസത്തേക്ക് ഇത് ഓപ്പണാക്കി. പിന്നീട് വീണ്ടും ഈ നിയന്ത്രണം പ്രത്യക്ഷത്തിൽ തന്നെ ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ അന്നത്തെ ആ അപ്രഖ്യാപിത വിലക്ക് എന്നത് വിലക്ക് തന്നെയായിരുന്നു. അത് ആരും കയറണ്ട എന്നുള്ളൊരു നിലപാടായിരുന്നു. കാരണം ബുക്കിംഗ് നടത്താനേ കഴിഞ്ഞിരുന്നില്ലല്ലോ.
തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് വിചാരിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഈ 2 ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെങ്കിൽ പോലും അത് കാര്യമായിട്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടുകയില്ല, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു വിലയിരുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ആ 2 ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും ബുക്കിംഗ് നിരോധിച്ചിരുന്നത്. പക്ഷേ അത് ശ്രദ്ധയിൽപ്പെടുകയും മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുകയും വലിയ വിവാദങ്ങളും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനെതിരായിട്ട് വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് തുറന്നു കൊടുക്കാൻ മറ്റ് നിർവാഹമില്ലാതെയാണ് 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസം കൂടി ദർശനത്തിന് അനുമതി നൽകിയത്. പക്ഷേ അതിനുശേഷം വീണ്ടും ഒരു കണ്ണിൽ പൊടിയിടാൻ എന്നുള്ള രീതിയിലാണ് ആ നടപടിയെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പോക്ക്. 10,000 പേർക്ക് മാത്രം ആ 2 ദിവസങ്ങളിൽ പ്രവേശനം അനുവദിച്ചിരിക്കുകയാണ്. അതായത് 50,000-ൽ നിന്നാണ് 5-1 വെട്ടി ചുരുക്കി 10,000 പേർക്ക് മാത്രമായിട്ട് അനുമതി നൽകിയിരിക്കുന്നത്. ഗൂഗിളിലേക്ക് വീണ്ടും ഗൂഗിൾ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനം അത് ബ്ലോക്കായി കിടന്നിരുന്നു കുറേ ദിവസങ്ങളിൽ. ഈ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയ അപ്രഖ്യാപിത വിലക്ക് അന്ന് ദേവസ്വം ബോർഡ് അത് കൽപ്പിച്ച് നൽകിയിരുന്നു. ആ സമയത്ത് ശബരിമലയിൽ സന്നിധാനത്ത് മുറികൾ ബ്ലോക്ക് ചെയ്യുന്നതിനും ബുക്ക് ചെയ്യുന്നതിനുമൊക്കെ നിയന്ത്രണം ഉണ്ടായിരുന്നു. അതും അപ്പോൾ തുടരുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? അത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്തായാലും ആ എണ്ണത്തിൽ നിയന്ത്രണം വരുത്തിയ സാഹചര്യത്തിൽ അത്രയും ആൾക്കാർക്കുള്ള താമസ സൗകര്യം മാത്രമേ ഈ 2 ദിവസങ്ങളിൽ ഇനി ഒരുക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമിക പരിശോധന അല്ലെങ്കിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് നൽകുന്ന ഒരു വിശദീകരണം, സാധാരണഗതിയിൽ മാസപൂജ കാലയളവിൽ 10,000-ഓളം തീർത്ഥാടകർ മാത്രമേ ദർശനം നടത്താൻ എത്താറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആ ദിവസങ്ങളിൽ 10,000-ആയിട്ട് ക്രമീകരിച്ചത്. അതുമൂലം വലിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളൊരു ന്യായീകരണമാണ് ഈ സംഭവം ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ ദേവസ്വം ബോർഡ് അതൊരു വെറുമൊരു തൊടുന്യായമായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 50,000-ഓളം ആളുകൾക്ക് ദർശനം അനുമതിയുള്ള ദിവസത്തിലാണ് ഇത്തരത്തിൽ 10,000-ൽ മാത്രമേ താഴെ മാത്രമേ തീർത്ഥാടകർ എത്തുകയുള്ളൂ എന്നുള്ളൊരു അനുമാനത്തിൻ്റെ പുറത്ത് ഇത്തരത്തിലൊരു നടപടി ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് പ്രകടമായിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുന്ന VIP-കളെയും അല്ലെങ്കിൽ മുമ്പ് ശശികല ടീച്ചർ അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ധനികരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള അവരുടെ സർക്കാരിൻ്റെ അതിഥികളെ സ്വീകരിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഭക്തരെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് അതിന് കടിഞ്ഞാണിട്ടുകൊണ്ടുള്ള ഒരു നടപടി അത് ദേവസ്വം ബോർഡ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കേവലം സാമ്പത്തികമായിട്ടുള്ള ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ നടപടി അത് യഥാർത്ഥ ഭക്തരെയും അതോടൊപ്പം തന്നെ ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരെയും ഒക്കെ തന്നെ വലിയ രീതിയിൽ വലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻകൂറായിട്ട് ഈ 2 ദിവസങ്ങളിൽ ശബരിമലയിൽ ദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഭക്തർക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടായി അത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏറെക്കുറെ ആ ബുക്കിംഗ് 10,000 മാത്രമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെ പൂർത്തിയാകാറായിട്ടുണ്ട്. ഇനി ഏകദേശം കുറച്ച് മാത്രം സ്ലോട്ടുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വളരെ വേഗം തന്നെ ആ സ്ലോട്ട് കൂടി പൂർത്തിയാകും. അതുകൊണ്ട് ബാക്കി ഇനി വരാനിരിക്കുന്ന തീർത്ഥാടകർക്കൊക്കെ തന്നെ ആ സ്ലോട്ടുകൾ അന്നത്തെ 2 ദിവസത്തെ സ്ലോട്ടുകൾ ലഭ്യമാകാതെ വരും. അത് വലിയ ബുദ്ധിമുട്ട് തീർത്ഥാടകർക്ക് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് നഗ്നമായിട്ടുള്ള കോടതി ലംഘനം തന്നെയാണ്, കോടതിയുടെ നിർദ്ദേശത്തെ ലംഘിക്കുന്ന നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിമർശനങ്ങളും പ്രതികരണങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഹിന്ദു സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. അനു, ഭക്തരുടെ ഇതേ ആശങ്ക അന്ന് കോടതി ആദ്യം ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരായ ഹർജികൾ പരിഗണിക്കവേ ചോദ്യങ്ങളായി ഉന്നയിച്ചിരുന്നല്ലോ ഗൂഗിൾ. ഈ അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ് എന്നുള്ള പ്രസക്തമായ ചോദ്യം കോടതി ആദ്യം ഉന്നയിക്കേണ്ടായി. അയ്യപ്പന്റെ പേരിൽ പണം പിരിക്കാൻ കഴിയുമോ എന്നൊക്കെ കോടതി ചോദിച്ചു. ഈ കുംഭമേളയുടെ മാതൃകയിലാണ് ഇങ്ങനെ ഭക്തരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് സർക്കാർ പറഞ്ഞതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ ഈ VIP-കളെ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഈ സംഗമത്തിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ വെറുതെ എന്തെങ്കിലും വിടുവായത്വം പറഞ്ഞതിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാനുള്ള തന്ത്രം മാത്രമായിരുന്നു കോടതിയിൽ അന്ന് പയറ്റിയത്. അതിനുശേഷം ഓരോന്നായി എടുത്തു തുടങ്ങി. ഇപ്പോൾ സാധാരണ ഭക്തർക്ക് ദർശനത്തിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഇനി മറ്റെന്തൊക്കെ നമ്മൾ കാത്തിരിക്കണം, കരുതിയിരിക്കണം? കുംഭമേളയുമായൊക്കെ ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തെ താരതമ്യപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്ന് സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. കാരണം കുംഭമേളയൊക്കെ മുഴുവൻ സാധാരണക്കാരെ അല്ലെങ്കിൽ ഭാരതമെമ്പാടുമുള്ള ഇത്ര സാധാരണക്കാരായിട്ട് ഉള്ള ആളുകൾ ക്ഷണിക്കപ്പെടാതെ തന്നെ അതിൽ പങ്കെടുക്കേണ്ട ആ പരിപാടിയുടെ ആ ചടങ്ങിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സ്വഭാവം തന്നെ വേറിട്ടതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് പിന്നിലുള്ള സർക്കാരിൻ്റെ ഉദ്ദേശം കറകളഞ്ഞ പോലെ തന്നെ വ്യക്തമായിട്ട്
വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് കൃത്യമായിട്ട് സാമ്പത്തിക ലാഭം മാത്രമാണ് സർക്കാരിൻ്റെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില ഏർപ്പാടുകൾ അല്ലെങ്കിൽ നടപടികളായി മാത്രമേ അതിനെയൊക്കെ കണക്കാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല ആ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്ന ആളുകളുടെ ആ സവിശേഷത അത് എന്ന് പറയുന്നത് സമ്പന്നരായിട്ടുള്ള ധനികരായിട്ടുള്ള ആളുകൾ മാത്രമാണ്, അല്ലെങ്കിൽ സർക്കാരിന് ഏതെങ്കിലും വിധത്തിൽ ലാഭം കൊണ്ടുവരാൻ സാധിക്കുന്ന ആളുകളെ മാത്രമാണ് അവർ ക്ഷണിച്ചിരിക്കുന്നത്. മറിച്ച് ശബരിമലയുടെ ആചാരവും അനുഷ്ഠാനവും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടനേകം സമുദായങ്ങളും അതോടൊപ്പം തന്നെ സംഘങ്ങളും ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ഇവരെ ആരെയും ആ ഒരു സംഗമത്തിലേക്ക് സർക്കാർ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ശബരിമലയുടെ ആചാര സംരക്ഷണവും അല്ലെങ്കിൽ ആചാരണത്തിന്റെ പരിപോഷണവുമായി ഒന്നും തന്നെ ബന്ധപ്പെട്ട് നടക്കുന്നതല്ല, അല്ലെങ്കിൽ ആ ഉദ്ദേശത്തിൽ നടത്തുന്നതല്ല എന്നും തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം അത്രയധികം ആളുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്, വിശ്വാസികളുണ്ട്, അതോടൊപ്പം തന്നെ അവിടുത്തെ ആ ചടങ്ങുകളുമായൊക്കെ തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗോത്രവർഗ സമുദായങ്ങളുണ്ട്, മറ്റു സമുദായങ്ങളുണ്ട്, അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. അവർക്കൊന്നും തന്നെ ആ സംഗമത്തിലേക്ക് ക്ഷണമില്ല എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മലയരയ വിഭാഗം, അവിടെ ശബരിമലയിൽ പരമ്പരാഗത അവകാശങ്ങൾ നിലനിന്നിരുന്ന ഒരു വിഭാഗമാണ്. അവരായിരുന്നു മുമ്പ് ഈ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിക്കാൻ അവർക്കായിരുന്നു അവകാശം ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയുള്ള അവകാശമുള്ള ആളുകളെ പോലും ഈ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് അവർ പരിഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ചടങ്ങിനെ അവർ എതിർത്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ജനജീവികൾ അവർ സംസാരിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ തന്നെ കൊണ്ട് തന്നെയാണ് ഈ രണ്ട് പരിപാടികൾ എത്രത്തോളം വ്യത്യസ്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും സർക്കാരിൻ്റെ ഉദ്ദേശം കൃത്യമായിട്ട് വ്യക്തമാണ്. അത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്ക് അടക്കം വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന്മേൽ ഹൈക്കോടതി എന്തായാലും ആ പരിപാടി നടത്താൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും സർക്കാരിന് മേൽ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ വെച്ചിട്ടുള്ള ചില വ്യവസ്ഥകളുമുണ്ട്. അതൊക്കെ ഏതു വിധത്തിൽ സർക്കാർ പാലിക്കും, അതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതുകൂടാതെ മറ്റനേകം കടമ്പകൾ കൂടി അല്ലെങ്കിൽ വ്യവസ്ഥകൾ കൂടി ഹൈക്കോടതി സർക്കാരിന് മുകളിൽ ദേവസ്വം ബോർഡിന് മുകളിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ഏത് വിധത്തിൽ പാലിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ സംഗമവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള ഭക്തർക്ക് മേലാണ് ഇത്തരത്തിലുള്ള അനാവശ്യ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, ഗോകുൽ രമേശാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.